Formation of complex compounds. Formation of complex compounds. The tendency to form complex. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ്. സ്മോളർ സൈസ് ഓഫ് മെറ്റൽ അയോൺ. 1, മെറ്റൽ അയോൺസിൻ്റെ സൈസ് കുറവാണ്. 2, ഹൈ അയോണിക് ചാർജസ്. അയോണിക് ചാർജ് കൂടുതലാണ്. അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഫോർ ബോണ്ട് ഫോർമേഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്? 1, സ്മോളർ സൈസ് ഓഫ് മെറ്റൽ അയോൺ. 2, ഹൈ അയോണിക് ചാർജ്. 3, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ ഫോർ ബോണ്ട് ഫോർമേഷൻ. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. In homogeneous catalysis, the catalytic activity of the metal is due to the variable oxidation state of metal, which enables the formation of unstable intermediates. നമുക്കറിയാം, ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ എങ്ങനെയാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്? ഈ ട്രാൻസിഷൻ മെറ്റൽസിന് ആ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കുന്നത് അതിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇൻ ഹോമോജനസ് കാറ്റലിസിസ്, കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദി മെറ്റൽ ഇസ് ഡ്യൂ ടു ദി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. വിച്ച് എനേബിൾസ് ദി ഫോർമേഷൻ ഓഫ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഉദാഹരണത്തിന് അയൺ എടുക്കുകയാണെങ്കിൽ Fe2+ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? Fe3+ലുള്ള കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും. നേരെ തിരിച്ച് ആ കോംപ്ലക്സ് അൺസ്റ്റേബിൾ കോംപ്ലക്സ് ഉണ്ടാക്കി തിരിച്ച് പെട്ടെന്ന് എന്തുമായിട്ട് മാറാൻ പറ്റും? Fe2+ ആയിട്ട് മാറാൻ പറ്റും. അങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാക്കാൻ സഹായിക്കാൻ പറ്റും. എനേബിൾസ് ദി ഫോർമേഷൻ ഓഫ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ്. അതുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഇതും അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസിന് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റുന്നത്? അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതിനെ എനേബിൾ ചെയ്യാൻ പറ്റും, അതിനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ് അതിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്? വനേഡിയം പെൻറ്റോക്സൈഡ്. നമുക്കറിയാം, കോണ്ടാക്ട് പ്രോസസ്സിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന വനേഡിയം പെൻറ്റോക്സൈഡ്, ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ചി അയൺ, അതേപോലെ ഹൈഡ്രോജനേഷൻ ഉപയോഗിക്കുന്ന നിക്കലൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. Fe3 that is catalyzes the reaction between iodide and persulfate ion. ഒരു എക്സാമ്പിളാണ് അയൺ കാറ്റലൈസ് ചെയ്യുന്നത്. ഏതാണ്? അയോഡൈഡിനെയും പെർസൾഫേറ്റ് അയോണിനെയും തമ്മിലുള്ള റിയാക്ഷനിൽ എങ്ങനെയാണ് അയൺ കാറ്റലൈസ് ചെയ്യുന്നത് നോക്കുക. 2I മൈനസ് പ്ലസ് H2OH2- പെർസൾഫേറ്റ് അയോൺ ആണ്. അതിനെ റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ I2 + 2SO4 എന്നുള്ളതാണ്. ആ I2 + 2SO4 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ആ റിയാക്ഷൻ. അത് നടക്കുന്ന ഇത് Fe3+ കാറ്റലിസ്റ്റ്, അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? 2Fe3+. ഈ 2Fe3+ 2I- അയോഡൈഡിനെ എന്തായിട്ട് മാറ്റും? I2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ I2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ Fe3+ എന്തായിട്ട് മാറി? Fe2+ ആയി മാറി. ഇനി ഈ Fe2+ ആണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? Fe2+ H2OH2-, അതായത് പെർസൾഫേറ്റ് അയോൺ. ഈ പെർസൾഫേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്യുന്ന Fe2+ ആണ്. ഈ Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. പെർസൾഫേറ്റ് എന്തായിട്ട് മാറും? സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു പ്രോസസ്സ്, അവിടെ Fe3+ ആണ് നമ്മൾ കൊടുത്തത് കാറ്റലിസ്റ്റ് ആയിട്ട്, അതെന്തായിട്ട് മാറി? Fe2+ ആയി മാറി. ആ Fe2+ ആണ് ഈ പെർസൾഫേറ്റിനെ സൾഫേറ്റ് ആക്കാൻ സഹായിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് തിരിച്ചു കിട്ടി? Fe3+ തന്നെ തിരിച്ചു കിട്ടി. ഇതാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ അടുത്ത ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ്. മറ്റൊരു പ്രത്യേകതയാണ് ട്രാൻസിഷൻ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ്. Interstitial compounds are formed when small atoms like hydrogen, carbon, nitrogen are trapped inside the crystal lattice of the metal. ട്രാൻസിഷൻ മെറ്റലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിനിടയിൽ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താ ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസിനിടയിൽ ചെറിയ ആറ്റംസ് ആയിട്ടുള്ള ഹൈഡ്രജനും കാർബണും നൈട്രജനും ഒക്കെ ട്രാപ്പ് ചെയ്യുമ്പോഴാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ദേ ആർ നോൺ സ്റ്റോഷിയോമെട്രിക്, നോട്ട് ടിപ്പിക്കലി അയോണിക് ഓർ കോവാലൻറ്റ്. ഇത് നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്. അതൊക്കെ നമുക്ക് നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. ടിപ്പിക്കലി അയോണിക് അല്ല, പക്ഷേ കോവാലൻറ്റും അല്ല. എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ദി പ്യുവർ മെറ്റൽ. ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിന്
പ്യുവർ മെറ്റലിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതേപോലെ ഹാർഡാണ് പക്ഷേ അതിൻ്റെ മെറ്റാലിക് കണ്ടക്ടിവിറ്റി റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതായത് മെറ്റാലിക് കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. അതേപോലെ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് കെമിക്കലി ഇനേർട്ടാണ്. ഇതൊക്കെയാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷനും അതിൻ്റെ പ്രത്യേകതകൾ. മറ്റൊരു പ്രത്യേകതയാണ് ട്രാൻസിഷൻ എലമെൻസിൻ്റെ അലോയ് ഫോർമേഷൻ. അലോയ് ഫോർമേഷൻ ബ്രാസ്, നമുക്കറിയാം മെറ്റൽ അലോയ്സ്, രണ്ട് മെറ്റലുകൾ കൂടി ചേർന്നുള്ള മിക്സ്ചറിനെയാണ് മെറ്റൽ അലോയ് എന്ന് പറയുക. അപ്പോൾ അതിലൊന്നാമത് ബ്രാസ് ഏതൊക്കെയാണ്? കോപ്പറും സിങ്കും ചേർന്നുള്ളതാണ്. രണ്ടും ട്രാൻസിഷൻ മെറ്റലാണ്. മറ്റൊന്ന് ബ്രൗൺസ്, കോപ്പറും ടിന്നും. അപ്പോൾ അതൊക്കെ എക്സാമ്പിളാണ്. ക്രോം, അയണും ക്രോമിയം, Fe+Cr എന്നാണ് ക്രോം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്കറിയാം, ചെറിയ ക്ലാസ് പഠിച്ചതാണ്. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ഇതിൻ്റെ മിക്സ്ചറാണ്. അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് Cu+ അയോൺ ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ. വൈ? എന്തുകൊണ്ടാണ് Cu+ അയോണ് അക്വസ് സൊല്യൂഷനിൽ സ്റ്റേബിൾ അല്ലാത്തത്? അതിനുള്ള കാരണം എന്താണ്? Due to Cu+ ions oxidizes and reduces simultaneously in aqueous solution to give Cu2+ ion and Cu ion. Therefore, Cu+ ion is unstable in aqueous solution. ചോദ്യം ഇതാണ്, Cu+ ion is unstable in aqueous solution. Why? എന്തുകൊണ്ടാണ് Cu മോണോപോസിറ്റീവ് ആയിട്ടുള്ള അയോണ് അക്വസ് സൊല്യൂഷനിൽ അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം? അവിടെ നടക്കുന്നത് സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആണ്. Cu+ എന്ത് ചെയ്യും? അയോൺ ഓക്സിഡൈസസ് ആൻഡ് റെഡ്യൂസസ് സൈമൾട്ടേനിയസ്ലി, ഒരേ സമയം ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? ഒന്നുകിൽ Cu ആയിട്ട് മാറും, അല്ലെങ്കിൽ Cu2+ ആയിട്ട് മാറും. ഒരിക്കലും Cu+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യൂല അക്വസ് സൊല്യൂഷനിൽ കോപ്പർ. കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓൾ ദി മെറ്റൽസ് എക്സെപ്റ്റ് സ്കാൻഡിയം ഫോം മെറ്റൽ ഓക്സൈഡ്സ് MO ആൻഡ് ആർ അയോണിക്. എല്ലാ ട്രാൻസിഷൻ എലമെൻസും എക്സെപ്റ്റ് സ്കാൻഡിയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മെറ്റൽ ഓക്സൈഡ്സ് MO ഉണ്ടാക്കും. അതൊക്കെ എന്തായിരിക്കും? ഓൾ ആർ അയോണിക്. ദി ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഇൻ ഓക്സൈഡ്സ് ഈക്വൽ ടു ദി ഗ്രൂപ്പ് നമ്പർ. ഓരോ ഗ്രൂപ്പിൻ്റെയും നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് ഉണ്ടാവുക. ബിയോണ്ട് ഗ്രൂപ്പ് 7 നോ ഹയർ ഓക്സൈഡ്സ് ഓഫ് അയൺ എബോവ് Fe2O3 ഈസ് നോൺ. ഗ്രൂപ്പ് 7 ശേഷം നോ ഹയർ ഓക്സൈഡ്സ് ഓഫ് അയണിൻ്റെ Fe2O3ക്ക് മുകളിലുള്ള ഒരു ഓക്സൈഡ് നിലനിൽക്കുന്നില്ല. ബിസൈഡ്സ് ദി ഓക്സൈഡ്സ് ദേ ഫോം ഓക്സോ കാറ്റയോൺസ് ലൈക്ക് VO2+, VO2+, TiO2+. ഓക്സൈഡ്സിന് പുറമെ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കും? ഓക്സോ കാറ്റയോൺസ് ഉണ്ടാക്കും. ഓക്സോ കാറ്റയോൺസിന് എക്സാമ്പിളാണ് വനേഡിയം ഓക്സൈഡ് VO2+ അയോൺ. അതേപോലെ VO2 വനേഡിയം ഓക്സൈഡ് VO2 മോണോപോസിറ്റീവ്. അതേപോലെ ടൈറ്റാനിയം ഓക്സൈഡ് അയോൺ TiO2+. When oxidation number of metal increases, the ionic character decreases. That is, covalent character and acidic character increases. ഓക്സിഡേഷൻ നമ്പർ, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അയോണിക് ക്യാരക്ടർ കുറയും, കൊവാലൻ്റ് ക്യാരക്ടറും അസിഡിക് ക്യാരക്ടറും കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം പ്രിപ്പറേഷനാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഡൈക്രോമേറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫ്രം ക്രോമേറ്റിൽ നിന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫോം ചെയ്യുന്നത്. ക്രോമൈറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം ഓർ പൊട്ടാസ്യം കാർബണേറ്റ് ഇൻ ഫ്രീ എയർ. ഇപ്പോൾ ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ ആദ്യം ചെയ്യുന്നത് ക്രോമൈറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം ഓർ പൊട്ടാസ്യം കാർബണേറ്റ് ഇൻ ഫ്രീ എയർ. നമുക്ക് ഇവിടെ FeCr2O4 അയൺ ക്രോമൈറ്റ് ആണ്. ക്രോമൈറ്റ് സോഡിയം കാർബണേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓക്സിജന്റെ പ്രസൻസ്, ഫ്രീ ഓക്സിജന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Na2CrO4 പ്ലസ് Fe2O3 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡൈക്രോമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ക്രോമേറ്റിൽ നിന്നാണ്.
അതന്നെ ഇവിടെ പറയുന്നത് ക്രോമേറ്റ് ഓറിൽ നിന്നാണ്. The yellow solution of sodium dichromate is filtered and acidified with H2SO4 to give the orange sodium dichromate. Okay, ഇവിടെ കിട്ടിയിട്ടുള്ള ക്രോമേറ്റ് ക്രോമേറ്റ് ഓറിൽ നിന്ന് അല്ലെങ്കിൽ ക്രോമൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള സോഡിയം ക്രോമേറ്റ്, ഇവിടെ കിട്ടിയ സോഡിയം ക്രോമേറ്റ്. ഈ സോഡിയം ക്രോമേറ്റിന്റെ പ്രത്യേകത അത് യെല്ലോ സൊല്യൂഷൻ ആയിരിക്കും. ആ യെല്ലോ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓറഞ്ച് സോഡിയം ഡൈക്രോമേറ്റ്. അപ്പോൾ ആദ്യം നടന്നത് ഡൈക്രോമേറ്റ് ക്രോമൈറ്റ് ഓറ് ആണ് ഹീറ്റ് ചെയ്ത് സോഡിയം കാർബണേറ്റ് ചേർത്ത് ഹീറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം ക്രോമേറ്റ് ആണ്. സോഡിയം ക്രോമേറ്റ് യെല്ലോ കളർ സൊല്യൂഷൻ ആയിരിക്കും, അതിനെ ഫിൽട്ടർ ചെയ്യും, അസിഡിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓറഞ്ച് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ഈ ഓറഞ്ച് കളറിലെ സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റിംഗ് വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അവിടെ കൊടുത്തിട്ടുള്ള റിയാക്ഷൻ Na2CrO4 H+, അതായത് ആസിഡിഫൈ ആണ്. ഇതിനെ സോഡിയം ക്രോമേറ്റിനെ ആസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. Na2Cr2O7 2Na H2O. Na2CrO4 എന്നുള്ളത് സോഡിയം ക്രോമേറ്റ് ആണ്. അതിനെ ആസിഡിഫൈ ചെയ്യുമ്പോൾ അത് ഡൈക്രോമേറ്റ് ആയിട്ട് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഇനി ആ സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ ട്രീറ്റിംഗ് സോഡിയം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ വിത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് KCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യാം. Na2CrO7 2KCl gives K2Cr2O7 2NaCl. അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് എന്തായിട്ട് മാറും? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട്. ഇതാണ് ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ആദ്യം ക്രോമേറ്റ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? സോഡിയം കാർബണേറ്റുമായിട്ട് ചേർത്ത് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാണ്, ഫ്യൂസ് ചെയ്യാണ്. ഫ്യൂസ് ചെയ്യുമ്പോൾ അത് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ക്രോമേറ്റ് ആസിഡിഫൈ ചെയ്യുമ്പോൾ H+ ആസിഡ് ഫിൽട്ടർ ചെയ്ത് ആസിഡിഫൈ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷനെ ആസിഡിഫൈ ചെയ്യുമ്പോൾ അത് ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഈ ഡൈക്രോമേറ്റിനെ നമ്മൾ KCl ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? സോഡിയം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി ഇൻ പ്രിപ്പറേഷൻ ഓഫ് റസോ കോമ്പൗണ്ട്സ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 3 സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. ക്രോമേറ്റ് ഓറിൽ നിന്ന് സോഡിയം കാർബണേറ്റും ഓക്സിജനും ചേർത്തിട്ട് സോഡിയം ക്രോമേറ്റ് ഉണ്ടാക്കുന്നതും, സോഡിയം ക്രോമേറ്റിനെ ആസിഡിഫൈ ചെയ്ത് സോഡിയം ഡൈക്രോമേറ്റ് ആക്കുന്നതും, സോഡിയം ഡൈക്രോമേറ്റിനെ KCl-ഉമായി ട്രീറ്റ് ചെയ്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കുന്ന പ്രോസസ്സ്. അതിൻ്റെ യൂസസ് ലെതർ ഇൻഡസ്ട്രി, അതേപോലെ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ് കോമ്പൗണ്ട്സ്. നമുക്ക് ക്രോമേറ്റ്സ് ആൻഡ് ഡൈക്രോമേറ്റ്സ്, ഈ രണ്ട് കോമ്പൗണ്ട്സ്, ക്രോമിയത്തിന്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ക്രോമേറ്റ്സ് ആൻഡ് ഡൈക്രോമേറ്റ്സ്. ഇതിൽ നമുക്ക് അതിന്റെ ഇന്റർ കൺവേർഷനും അതേപോലെ അതിന്റെ സ്ട്രക്ചറും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ, ദേ ആർ ഇന്റർ കൺവേർട്ടബിൾ. അതാണ് ഞാൻ പറഞ്ഞ ഇന്റർ കൺവേർഷൻ. They are interconvertible in aqueous solution depending upon the pH of the solution. pH മാറുന്നതിനനുസരിച്ച് ക്രോമേറ്റ് ഡൈക്രോമേറ്റും ഡൈക്രോമേറ്റ് ക്രോമേറ്റും. നമ്മൾ നേരത്തെ കണ്ടു സോഡിയം ക്രോമേറ്റ് ആണ് ആസിഡിഫൈ ചെയ്ത സമയത്ത് എന്തായിട്ട് മാറി? സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറി. ആ pH മാറുന്നതിനനുസരിച്ച് ആസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും വരുന്നതിനനുസരിച്ച് ക്രോമേറ്റും ഡൈക്രോമേറ്റും ഇന്റർ കൺവേർട്ട് ചെയ്യപ്പെടും. The oxidation state of chromium in both is the same. രണ്ടിലും, അതായത് ക്രോമേറ്റിലാണെങ്കിലും അതേപോലെ ക്രോമേറ്റിലാണെങ്കിലും ഡൈക്രോമേറ്റിലാണെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്രോമിയത്തിന്റെ സെയിം ആണ്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് CrO4 ക്രോമേറ്റിലേക്ക് അസിഡിക് മീഡിയത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. Cr2O7 ആയിട്ട് മാറും. അപ്പോൾ CrO4 ക്രോമേറ്റ് അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ Cr2O7 ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഇനി നോക്കുക ഡൈക്രോമേറ്റ് Cr2O7 ഡൈക്രോമേറ്റ് ബേസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് മീഡിയത്തിലേക്ക് pH മാറ്റി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് ക്രോമേറ്റ് ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ പരസ്പരം pH മാറുന്നതിനനുസരിച്ച് ക്രോമേറ്റും ഡൈക്രോമേറ്റും ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഒക്കെ അതിന്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും ഈ സ്ട്രക്ചറുകൾ വരയ്ക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ക്രോമേറ്റില് ഒരു ക്രോമിയം Cr, അതിൽ 4 ഓക്സിജൻ, അത് ടെട്രാഹൈഡ്രലി ഷേപ്പ്, താഴെ 3 മുകളിലൊന്നും. ഇനി നോക്കുക ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ
അവിടെ ആ ഒരു 3 ഒരു സൈഡിൽ, 2 സൈഡിലായിട്ടാണ് 3 ഓക്സിജൻ, പിന്നെ 2 ക്രോമിയം, അതിനെ ഒരു പിന്നെന്താണ് ഒരു ലിങ്ക് വഴി, ഒരു ഓക്സിജൻ വഴി 2 ക്രോമിയത്തിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ നോക്കി വെക്കുക, സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. സോഡിയം ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. സോഡിയം ഡൈക്രോമേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതിന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ 6 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? Cr3++ 7H2 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു റിയാക്ഷൻ അതിൻ്റെ എന്താണ് ഓക്സിഡൈസിങ് ക്യാരക്ടർ കാണിക്കുന്ന റിയാക്ഷൻ.